നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്കൊരു കസ്റ്റമർ തരുന്ന ഓരോ രൂപയ്ക്ക് നമുക്ക് മൂല്യം കൽപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുക. ഒരു വീട് വർക്ക് എന്ന് പറയുമ്പോൾ ഇന്റീരിയർ വർക്ക് ചിലപ്പോൾ വീട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസാണ്. നമ്മളൊരു കിച്ചൺ, മുന്നത്തെ കാലങ്ങളിൽ കിച്ചണിൽ നമ്മളൊരു പുകയില്ലാത്ത അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കഴിഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ കൂടുതൽ വീണ്ടും ഉള്ള ഇന്റീരിയർ വർക്കിന് കൂടി ഏറ്റവും കൂടുതൽ എമൗണ്ട് ചിലവാക്കുന്ന ഒരു ഭാഗം പറയുമ്പോൾ കിച്ചണാണ്. കിച്ചണിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിനെ നമ്മൾ മെറ്റീരിയലിനെ കുറിച്ച് ഒരു അവയർനെസ് അവർ വരുത്തിയതിന് ശേഷം അവർക്ക് വർക്കുകൾ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കസ്റ്റമറെ ഇരുത്തി ചെയ്യലാണ്. അവരുടെ ആവശ്യങ്ങൾ നോക്കി അതിനനുസരിച്ചിട്ട് എന്താണോ അവരുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. 200ഓളം കളേഴ്സുകൾ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഒരുപാട് ഗ്ലോസി കളേഴ്സ് വരുന്നുണ്ട്, അതേപോലെ ഇത് വരുന്നുണ്ട്. ഇതിൽ നല്ല ക്വാളിറ്റികൾ ഉള്ള ബ്രാൻഡാണ്. ഇത് നമ്പർ 1 ബ്രാൻഡാണ്, റഹാവോയിൽ വരുന്നതാണ്. ഇതൊക്കെ PVC കണ്ടോ, ഓരോ മൈക്കയുടെ കളറിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഏത് കളർ മൈക്കാണ് നമ്മൾ വരുന്നത് അതിന് മാച്ചിങ് ആയിട്ട് 100% മാച്ചിങ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് PVC എഡ്ജ് ബാൻഡുകൾ. വാൾഡ്രോബ്സ് അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഒക്കെ ഒരു മോഡൽ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഇത് നമ്മൾ പ്രസ്സറാണ്. ഇത് ലാമിനേഷൻ പ്രസ്സിങ് ചെയ്ത മെറ്റീരിയലാണ്. ലാമിനേഷൻ പ്രസ് ചെയ്ത് എഡ്ജ് ബാൻഡും ചെയ്തിട്ടുണ്ട്, PVC എഡ്ജ് ബാൻഡും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ തട്ടുകൾ, ഷെൽഫുകളൊക്കെ പറയുമ്പോൾ ഇത് മിനി ഫിക്സിങ് ആണ്. ഇതേപോലെ ലോക്കിംഗ് സിസ്റ്റമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഡയറക്റ്റ് ബാക്കിൽ നിന്ന് ഷീറ്റ് ബാക്ക് സൈഡ് അടിക്കുന്നതല്ല. ഇത് 4 സൈഡും ഗ്രൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഇത് വേറെ ഗ്ലൂ ഗമ്മോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഫിറ്റിങ്സ് ആണ്. നമുക്കിത് വേണമെങ്കിൽ പറയുമ്പോൾ ഇത് അഴിച്ചിട്ട് ഈ ലോക്കിംഗ് സിസ്റ്റം എടുത്തിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയൊരു വാൾഡ്രോബ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു റൂം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് കൊണ്ടുപോകാൻ നമുക്കിത് പൊളിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ജസ്റ്റ് ലോക്കിംഗ് അഴിച്ചിടണമൊക്കെ റിമൂവ് ചെയ്തിട്ട് പീസായിട്ട് നമുക്ക് അടുത്ത റൂമിൽ കൊണ്ടുപോയിട്ട് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ PVC എഡ്ജ് ബാൻഡിങ്ങൊക്കെ നമ്മൾ ഒരു 180 ഡിഗ്രി ചൂടിലുള്ള ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇതിൻ്റെ എഡ്ജുകളൊക്കെ നന്നായിട്ട് ഒട്ടി നിൽക്കും. അതേപോലെ ഇത് പറഞ്ഞു പോരുന്ന വിഷയമല്ല, ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. TV യൂണിറ്റ് വീടിൻ്റെ ഉള്ളിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജസ് ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇത് കൂടുതലും ആൾക്കാർ മാനുവലി ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ പ്രസ്സിങ് ചെയ്ത് കട്ടിങ് ചെയ്ത് എഡ്ജ് ബാൻഡിങ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇത് ചെയ്യാറില്ല. എല്ലാവരും അത് മാനുവലി ആണ് ചെയ്യാറ്. മാനുവലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഷാർപ്പ് ഈ എഡ്ജ്, നമ്മൾ ലാമിനേഷൻ്റെ എഡ്ജ് നമുക്കിവിടെ കാണും, അത് ഷാർപ്പ് എഡ്ജായിട്ടിരിക്കും. പിന്നെ അത് നോർമൽ ഹീറ്റക്സ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അത് മൈക്ക ഒന്ന് പൊട്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് മൈക്ക അടർന്നു പോരും. ഇത് പ്രസ് ചെയ്ത മെറ്റീരിയൽ പ്രസ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് D3 ഗ്ലൂ വെച്ച് പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതിൽ നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്തൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിറ്റിംഗ്, അതിൻ്റെ ഒരു രീതി വരുന്നതാണ്. ഇതിങ്ങനെയാണ്, അതിൽ ഗ്രൂസാണ്. അതിൽ വന്നിട്ട് നമുക്കിതിങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ജോയിൻറ്റുകളെല്ലാം കറക്റ്റായിരിക്കും. പിന്നെ നമുക്ക് ഈ എഡ്ജ് മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മൂർച്ചയുള്ള എഡ്ജുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ അകത്തളങ്ങളിലുള്ള പാനലിങ്ങിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഇത് നമ്മുടെ ഒരു ഡോറിൻ്റെ മോഡൽസുകളാണ്, ചെറിയ ഡോറിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ എഡ്ജുകൾ ഈ കളറിന് മാച്ചിങ് ആയിട്ടുള്ള എഡ്ജ് ബാൻഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഡോറിൻ്റെ മുകളിലുള്ള ഹാൻഡിലാണ്, ഇതിൻ്റെ പ്രൊഫൈൽ ഹാൻഡിലാണ്, അലുമിനിയം പ്രൊഫൈൽ ഹാൻഡിലുകളാണ്. ഒരു ക്യാപ്പ് ഉണ്ട് ഇവിടെ, ഇതിൻ്റെ ഒരു ക്യാപ്പാണ്. നമ്മളിതിൻ്റെ ഷാർപ്പ് എഡ്ജ്, ഈ ക്യാപ്പ് ഇല്ലാതെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നൊരു പ്രശ്നം പറയുമ്പോൾ നമ്മുടെ കൈവിരലുകൾ ഇവിടെ തട്ടി മുറിയാൻ ഉള്ളൊരു സാഹചര്യം വരും. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ഒരു PVC എഡ്ജ് ബാൻഡിങ് ആണ്. ഇത് ഒട്ടുമിക്ക കമ്പനിയിൽ വരുന്നുണ്ട്. ഇതിൽ റോസ് ഗോൾഡ്, അതേപോലെ വൈറ്റ് കളർ, സിൽവർ കളർ, ബ്ലാക്ക്, ഇതിലെല്ലാം വരുന്നുണ്ട്. 3-4 വെറൈറ്റി വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഇതിൻ്റെ എഡ്ജ് ലോക്കിങ്ങും വരുന്നുണ്ട് PVC എഡ്ജിൽ. പിന്നെ ഇത് ലാമിനേഷൻ, അക്രലിക്, അങ്ങനെ ഇതിൻ്റെ ഫിനിഷിങ് വരുന്നുണ്ട്. പാനൽസോ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഡ്ജ് ബാൻഡിങ് ചെയ്യാതുള്ള ഒരു ഇതാണ് കട്ടിങ്. ഇത് വരുമ്പോൾ ഇതൊരു അക്രലിക് ഫിനിഷ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജുകൾ, ഇതിൻ്റെ നല്ല ഷാർപ്പ് എഡ്ജ് ഉണ്ടാവുക, നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു കട്ടിങ് ഉണ്ടാവുക. ഇതിലിട്ട് നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതാണ് നമ്മൾ ഉള്ള ഒരു വ്യത്യാസം. ഇതാകുമ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഇത് നമ്മൾ എഡ്ജ് ബാൻഡിങ് ചെയ്യുമ്പോൾ തന്നെ ഈ എഡ്ജ് നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഒരു ബ്ലോക്ക് ബോർഡാണ് ഇത്. ബ്ലോക്ക് ബോർഡ് പറയുമ്പോൾ ഇത് പൈൻവുഡാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പൈൻവുഡിൻ്റെ ബീഡിങ്സ് ആണ്. പൈൻവുഡ് 2 സൈഡ് 3mm വരുന്ന 710 ഗ്രേഡിലുള്ള ഒരു കോട്ടിങ്ങും ഉണ്ട്. ഇതിൻ്റെ ഒരു ലെയറും വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ വലിയ വാൾഡ്രോബുകളുടെ ഡോറ് ബെൻഡാവുക, 2 പുറം ലാമിനേഷൻ ചെയ്യുമ്പോൾ സ്ലൈഡിങ് ഡോറുകൾക്ക് വരുന്ന ഡോറുകൾ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണിത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ബെൻഡ് ഇഷ്യൂസ് നമുക്ക് ഇത് ഒരു 100% ഒഴിവാക്കാം.
ഈ ഒരു മെറ്റീരിയൽ ഇട്ടിട്ട് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ചെയ്യുകയാണെങ്കിൽ 20 mm 19 mm 20 mm തിക്നെസ് വരുന്നുണ്ട്, 25 mm തിക്നെസ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റുകളിൽ സ്ലൈഡിംഗ് ഡോർ ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരം മെറ്റീരിയലുകൾ. ഇത് ലാമിനേഷൻ കളക്ഷൻസുകളാണ്. നമുക്കിതിൽ നമ്മുടെ ഇന്റീരിയറിന് ഉപയോഗിക്കുന്ന മൈക്ക ലാമിനേഷൻസുകളാണ്. ഒരുപാട് കമ്പനിയുടെ മെറ്റീരിയലുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഇത്രയും കളക്ഷൻസിൻ്റെ ഒരു 100-150ഓളം കളക്ഷൻസ് ഇതിൽ വരുന്നുണ്ട് ലാമിനേഷൻ. നമുക്ക് ഇതിൽ നിന്നാണ് ഇത്തരം കാറ്റലോഗ്സാണ് ഇതിൻ്റെ കളറുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറ്. നമ്മളൊരു ജസ്റ്റ് ഒരു 3D ചെയ്യാതിനപ്പുറം ഈ 3Dയിൽ നമുക്ക് 3Dയുടെ കളറ് നമുക്ക് ഇത്തരം മെറ്റീരിയലിൽ കിട്ടുക എന്നുള്ളതൊരു ഉറപ്പുവരുത്തലാണ്. നമുക്ക് 3D ആ ഒരു ഡിസൈൻ പരിപൂർണമായിട്ട് നമുക്ക് ആ ഡിസൈൻ്റെ യഥാർത്ഥ മികവോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 3D ചെയ്യുന്നതും ഈ ഒരു കളർ കോഡ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് എന്താ വെച്ചാൽ 3Dയിൽ വരുന്ന പോലെ നമുക്കൊരു കിച്ചണോ അലമാര എന്താണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ മിക്കവാറും പറയും നമുക്ക് 3D ചെയ്യും. വലിയ കടയിൽ ഇതായിട്ട് നമ്മളൊരു 3D ചെയ്ത് കഴിഞ്ഞാൽ ആ 3Dയിൽ കയറുന്ന കളർ കോഡ് നമുക്ക് നമ്മുടെ കാറ്റലോഗ്സിൽ കിട്ടണം. ഒരുപാട് ഷെയ്ഡുകൾ, വുഡ് ഗ്രെയിൻസിൽ തന്നെ ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ട്, വെറൈറ്റീസ് കളറുകൾ വരുന്നുണ്ട്. ഇതെല്ലാം സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ ലെൻസ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിന് വരുന്ന എഡ്ജ് ബാൻഡിങ് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ ആ എഡ്ജ് ബാൻഡിങ്, കമ്പനിയുടെ എഡ്ജ് ബാൻഡിങ് ഇത് ചെയ്യുമ്പോൾ ഈ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാമിനേഷൻ്റെ കോഡ് എന്താണോ അതിലേക്ക് മാച്ചിങ് എഡ്ജ് ബാൻഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതുമൂലം നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഇതിൽ കറക്റ്റായിട്ടുള്ള മാച്ചിങ് എഡ്ജ് ബാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എല്ലാ കളറിലും വരുന്നുണ്ട്. അതിന് എല്ലാ കോഡ്സിലും അങ്ങനെ നമ്മുടെ സ്കാനർ വരുന്നുണ്ട്. സ്കാനർ വഴി അതേപോലെ ടെക്സ്ചർ മാർബിൾ ഡിസൈൻസുകൾ വരുന്ന ടെക്സ്ചർ ഡിസൈൻസുകളാണ്. ഇതെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡിസൈനുമുണ്ട്. ഒരു 3D ഒരാൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 3D ഡിസൈൻ ചെയ്തത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മെറ്റീരിയൽ, മാർക്കറ്റിൽ കിട്ടുന്ന കളർ കോഡിനനുസരിച്ചിട്ടുള്ള ലാമിനേഷൻ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് 3D ചെയ്യുമ്പോൾ ആ 3D എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് അതിന് 100% ആ സെയിം മാച്ചിങ്ങിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റേത് നമ്മളൊരു 3D വരും, 3Dയിൽ വരുന്ന കളറുകൾ നമ്മൾ മാർക്കറ്റിൽ തിരഞ്ഞ് നടക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് മാച്ചിങ്ങുള്ള ഒരു സാധനം വെച്ച് നമ്മളൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 3D ഡിസൈൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ കാറ്റലോഗ്സിലെ നമ്പറുകളും കാര്യങ്ങളും വെച്ചാണ് ഡിസൈൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കാറ്. പിന്നെ ഒരു കസ്റ്റമർ വരിക പറയുമ്പോൾ അവരൊരു സ്വപ്നം കൊണ്ടാണ് വരുന്നത്. അവർ ചിലപ്പോൾ ക്യാഷ് ഉള്ള ആൾക്കാരുണ്ടാവും, ഇല്ലാത്ത ആൾക്കാരും. പക്ഷേ അപ്പോൾ അവർക്ക് മാക്സിമം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ കൂടിയിട്ട് ഒരു കിച്ചണോ വാൾഡ്രോബോ അവരുടെ ഇൻറ്റീരിയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർക്ക് നല്ല ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കുക. അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്കിവിടെ സംവിധാനങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ചെയ്തു കൊടുക്കാൻ സാധിക്കും.